ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന കുസാറ്റിൻ്റെ അടുത്തൊരു കോവർക്കിംഗ് സോണിലാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകേണ്ടത് പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല. എന്തായാലും ടെക്നിക്കൽ റോളല്ല, ഒരു ട്രാവൽ ആൻഡ് ടൂറിസ്റ്റിൻ്റെ പാർട്ട് ടൈം ട്രാവൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു ജോബ് റോളിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ കുസാറ്റിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വേഷം. ഞാൻ ഇൻസർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ സ്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. മറ്റേ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ വെന്യൂവിലെത്തി. ഇതാണ് കൊറാസോൺ പനാഡൻസ് ലിവർ സ്റ്റോൾ. അപ്പം ഇവിടെയാണ് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇവിടെ ഇത്രയും കമ്പനികൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മളെത്തി. 10:30 നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പം 10:30 നമുക്ക് തുടങ്ങുമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. സമയം ഇനി 1/2 മണിക്കൂറുണ്ട് റിപ്പോർട്ടിംഗ് ടൈം ആവാൻ വേണ്ടി. അപ്പോഴേക്കൊരു 10-15 പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾ കൂടി കേട്ടോ. ഏകദേശം ഒരു 25 പേരോളം ആയിട്ടുണ്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോഴേക്കും നമ്മുടെ കോ-ഫൗണ്ടർ HR വന്നിട്ട് ഇൻ്റർവ്യൂ പ്രോസസ്സിനെ ഒന്ന് ബ്രീഫ് ചെയ്തു. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന റിട്ടേൺ ടെസ്റ്റ് ആണ്. പേനൊക്കെ കൊണ്ടുവരണമെന്നായിരുന്നു ഇൻസ്ട്രക്ഷൻ. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ആട്ടോ. തമ്മിൽ ഡിസ്കസ് ചെയ്ത് നോക്കി ഒന്ന് എഴുതാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ കറക്റ്റ് നടുക്ക് വന്നിരിപ്പുണ്ട് എഴുതാൻ വേണ്ടി. ടെസ്റ്റ് കഴിഞ്ഞു. ഇതാണ് സ്കോർ കാർഡ്. അപ്പോൾ 79.37% കൊണ്ട് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു. 70% താഴെ പോയി ഫെയിൽ ആയെങ്കിൽ പോലും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയവരുണ്ട്. അങ്ങനെ ചിലരെ കട്ട് ഷോട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരെയും കൂടെ ഈ ഹട്ടിൻ്റെ താഴെ കൊണ്ടുവന്ന് അടുത്ത റൗണ്ടിലേക്ക് കടത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തൊരു റെസ്യൂമാട്ടോ ഇത്. അതും ട്രാവൽ കോർഡിനേറ്റർ റോളിന് വേണ്ടി. നൈസ്. അങ്ങനെ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാം. ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മുടെ CV-യും ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻ്റർവ്യൂവിന് എന്താണ് അവസ്ഥ നോക്കാം. നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു. കൊള്ളായിരുന്നു. കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞവരെല്ലാം നമ്മൾ രാവിലെ വന്നിരുന്ന സ്പോട്ടിലേക്ക് ഇരിക്കാൻ വേണ്ടി HR പറഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-6 പേർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു ചിന്ന ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇൻ്റർവ്യൂ കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് നടന്നപ്പോൾ നമ്മളെത്തി തൊയ്ബ ഹോട്ടൽ. അപ്പോൾ അവിടെ ആകെ ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 90 രൂപയ്ക്ക് ഒരു ഹാഫ് ബിരിയാണി കഴിച്ചു. അവിടെ ആണെങ്കിൽ ഗ്യാസ് കുറ്റി ക്ഷാമമായതുകൊണ്ട് ഒരു വലിയ ചെമ്പിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കുറച്ച് ബിരിയാണി വെച്ച് കൊടുക്കും. കുറച്ച് ബിരിയാണി ഉള്ളതുകൊണ്ട് 2 മിനിറ്റ് തന്നെ സാധനം തീർന്നു. അങ്ങനെ ബിരിയാണി തട്ടിയിട്ട് ഞാൻ നേരെ നടന്നു. അപ്പോൾ ഇതാണ് ആകാശ് ബ്രോ, കോഴിക്കോട് നിന്ന് വേണ്ടി വന്നേ. നമുക്ക് കോഴിക്കോട് നിന്ന് വേറൊരു ടീമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് ഇൻ്റർവ്യൂ സ്പോട്ടിലേക്ക്. അടുത്ത റൗണ്ട് GD ആട്ടോ, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിനെ വിളിക്കാനുള്ള പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി HR ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം പോയിക്കോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന്. അങ്ങനെ നിരാശനായി ഞാൻ പോകുന്നു. ബൈ.